കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള കോക്ടെയിലാണ്. അപ്പോൾ ഈ ഒരു കോക്ടെയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് വളരെ ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റ് വേവിച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ വെന്ത ക്യാരറ്റ് നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല പഴുത്ത് നല്ല മധുരമുള്ള പപ്പായയാണ്. അപ്പോൾ പപ്പായയും ഞാൻ തൊലിയും കുരുവും കളഞ്ഞിട്ട് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് തണുപ്പിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡോ അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്തിട്ടുള്ള പാല് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. പാൽ ഒത്തിരി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ക്യാരറ്റ് ആയാലും പപ്പായൊക്കെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് വരണം. അതുകൊണ്ട് കുറച്ച് മാത്രം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യമാണെങ്കിൽ പിന്നീട് അടിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ്. ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ കട്ടി നോക്കി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലേക്സ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഇത് ഒരു നിർബന്ധവുമില്ല. എനിക്കിത് ഉണ്ടാക്കി ഈ ഒരു കോൺഫ്ലേക്സ് അതിൻ്റെ ഉള്ളിലിട്ടപ്പോൾ അത്ര അങ്ങോട്ട് ടേസ്റ്റ് തോന്നിയില്ല. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നട്ട്സും അതുപോലെ മാതളം, നമുക്ക് പോംഗ്രാനൈറ്റും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജ്യൂസ് ഒഴിച്ചിട്ട് അതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ആ ഒരു സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കറുത്ത മുന്തിരിയാണ്. അതിന് പകരം നിങ്ങൾക്ക് ഈന്തപ്പഴം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കോക്ടെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ഒരു ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. ആ ഒരു കോൺഫ്ലേക്സൊക്കെ ഞാൻ ആദ്യം ആഡ് ചെയ്തപ്പോൾ അതിന് താഴെയായിട്ട് ആഡ് ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് കുതിർന്നു പോയി. അതുകൊണ്ട് എനിക്ക് അത്രയധികം ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ആ ജ്യൂസിന് താഴെ ആ ഒരു കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാതെ മുകളിൽ മാത്രം കുറച്ച് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ കോൺഫ്ലേക്സ് എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ചേർത്ത് വെക്കാതെ ആ ഒരു സെർവിങ് ടൈമിൽ മാത്രം കുറച്ച് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുതിർന്നു പോകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.